ഹരേ കൃഷ്ണ. ശ്രീരാമനോട് ഹനുമാൻ സീതാവൃത്താന്തം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. 14 വർഷം തികയുന്ന ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്തിരുവടി അയോധ്യയിലെത്തിയില്ലെങ്കിൽ ഭരതകുമാരൻ അഗ്നിപ്രവേശം ചെയ്യും. അതവിടുത്തെ ഉണർത്തിക്കുവാൻ ജനകാത്മജ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ആര്യപുത്രൻ ഒട്ടും വൈകാതെ സൈന്യസമേതം വന്ന് രാവണനെ നിഗ്രഹിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ദേവി അരുളി ചെയ്തിട്ടുണ്ട്. ആഹാരവും നിദ്രയും വെടിഞ്ഞ് സദാസമയവും പ്രാണപ്രിയനെ ധ്യാനിച്ചുകൊണ്ട് ആലംബഹീനയായി ശിംശവാ വൃക്ഷത്തണലിൽ ഉപവിഷ്ടയായിരുന്ന സീത ദുസ്സഹമായ ദുഃഖത്താലും അപമാനഭീതിയാലും പ്രാണൻ വെടിയാൻ ഒരുമ്പെട്ടു. അപ്പോൾ അടിയൻ്റെ ആശ്വാസവചനങ്ങളാണ് ദേവിയെ ആത്മഹത്യാശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ സീതാദേവിയെ മോചിപ്പിക്കാൻ അങ്ങ് ഒരുങ്ങി പുറപ്പെടണം. സീതാ വൃത്താന്തം മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീരാമൻ രാവണൻ്റെ സ്ഥിതിഗതികളെപ്പറ്റി ഹനുമാനോട് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ശ്രീരാമചന്ദ്രസ്വാമി, സകല പ്രതാപങ്ങളും ഐശ്വര്യങ്ങൾക്ക് നിദാനമാണ് ത്രികുടാചലത്തിൽ സ്ഥിതി ചെയ്യുന്ന രാവണൻ്റെ രാജധാനി. അവിടെ സകല വിധത്തിലുള്ള സൈന്യങ്ങളുമുണ്ട്. അവർ അവിടെ സദാ ജാഗരൂകരായി കാവൽ നിൽക്കുന്നു. ഒരീച്ച കടന്നു ചെന്നാൽ പോലും ആ രാക്ഷസന്മാർ മണത്തറിയും. അത്രയ്ക്ക് സുശക്തമാണ് കാവൽ സൈന്യം. അവിടുത്തെ കോട്ടകളും ഗോപുര കവാടങ്ങളും ലോഹപാളികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അവയിൽ ബലവത്തായ താഴുകളുണ്ട്. അത് തുറക്കാനും അടയ്ക്കാനും അനേക സൈനികർ വേണം. 4 ഗോപുരങ്ങളോടും അനുബന്ധിച്ച് ശക്തങ്ങളായ ശസ്ത്രവിക്ഷേപണ യന്ത്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ അവയുടെ പ്രവർത്തനം മൂലം ശത്രുസംഘങ്ങളെ തുരത്തുവാൻ വളരെ എളുപ്പമാണ്. രാജധാനിയും ചുറ്റുമതിലുകളും ആരാലും അഭേദ്യം തന്നെ. കോട്ടമതിലിന് ചുറ്റുമാണെങ്കിൽ അത്യഗാധങ്ങളും ജലം നിറഞ്ഞതുമായ കിടങ്ങുകളിൽ മുതലയുണ്ട്. ജലമില്ലാത്തവയിൽ നാഗങ്ങളും. 4 ഭാഗത്തെ ഗോപുരദ്വാരവും യന്ത്രപാലങ്ങൾ കൊണ്ട് കിടങ്ങിൻ്റെ മറുകരയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ശത്രുക്കൾ ആരെങ്കിലും കോട്ടവാതിലിൽ കടന്നാൽ അവർ നിമിഷങ്ങൾക്കകം ആ കിടങ്ങിൽ വീണത് തന്നെ. അങ്ങനെയാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ.